എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ അതിഥിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആകേണ്ട കുറച്ച് കാര്യങ്ങളിൽ, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ടേംസിലോ ഹെൽത്ത് സർവീസസിന്റെ കേസിലോ നമ്മൾ ഡിസിപ്ലിൻഡ് ആകേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ തലമുറയിൽ വളരെ കൂടുതലാണ്, അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഏരിയയിലെ മെഡിക്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം നോബൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സർവീസസിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എറണാകുളമാണ് സ്ഥലം. അപ്പം നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് ഈ അതിഥിയിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കാം. നമസ്കാരം നോബൽ സാർ. നമസ്തേ സാർ. രാജേഷ് സാർ, നമസ്തേ സാർ. സർ, ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഒത്തിരി ആളുകളുടെ ചോദ്യം ആണ് ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം അറിയുന്നതിന് മുമ്പ് സാറിന്റെ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് സാറ് ഓഫർ ചെയ്യുന്നത് ആളുകൾക്ക് എന്നൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ സർ. ഞാൻ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ സാറിനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം ഞാൻ 2-3 വർക്കുകൾ ചെയ്യുന്നുണ്ട്, 2-3 പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് തന്നെ മെഡിക്ലെയിം ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്കിന്റെ SBI ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾ ഇൻഷുറൻസ്, യുണൈറ്റഡിന്റെ വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫിനാൻഷ്യലായിട്ട് ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റാണ് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ പ്രൈസിന്റെ ഒരു വർക്ക് ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരിയായിട്ട് മനുഷ്യന് ഒരുപാട് ഉപകാരപ്രദമുള്ള യോഗ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറും കൂടെയാണ്. സാർ ഓഫർ ചെയ്യുന്ന ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ? ശരി സാർ, പറയാമല്ലോ. ഞാൻ ചെയ്യുന്നതിൽ കൂടുതലും കാരണം മനുഷ്യന്റെ ജീവിത സാഹചര്യം അനുസരിച്ചുള്ള മെഡിക്ലെയിം ആണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിനുപരി തന്നെ മനുഷ്യൻ സേവിങ്സ് ഉണ്ടാക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ മെയിനായിട്ട് ചെയ്യുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിൽ മെഡിക്ലെയിം കൺസെപ്റ്റ് ആണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. മെഡിക്ലെയിം മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്നൊന്ന് ഷെയർ ചെയ്യാമോ? ശരി സാർ. പല ആൾക്കാരും മെഡിക്ലെയിം എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് പലപ്പോഴും അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ്. കാരണം എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്ക് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ തന്നെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസ് 10 മണിക്ക് ഞാൻ തുറന്നു കഴിഞ്ഞാൽ 10 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ആൾക്കാർ തിരക്കി വരികയോ ഫോൺ ചെയ്യുകയോ അവിടെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാറുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് തന്നെ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ആൾക്കാർ പലപ്പോഴും ഇത് ഇഗ്നോർ ചെയ്യുന്നൊരു സെക്ടറാണ് മെഡിക്ലെയിം. പലപ്പോഴും ഇത് എടുക്കാറില്ല. പല ആൾക്കാരും പറയുന്നത് എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ഞാൻ എന്തിനാ എടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എൻ്റെ മുമ്പിലോട്ട് വെക്കാറുള്ളത്. പലപ്പോഴും അത് തെറ്റാണെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മെഡിക്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അത്യന്താപേക്ഷിതവും മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവിങ്സ് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു കൺസെപ്റ്റും കൂടെയാണ് മെഡിക്ലെയിം എന്ന് പറയുന്നത്. സാർ, ഇപ്പോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ആരോഗ്യരംഗത്ത് പല ആളുകളും വളരെ ലേറ്റ് ആയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കണം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് സാർ പറഞ്ഞു മനസ്സിലാക്കണം. ഒപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സശ്രദ്ധം സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം എടുക്കേണ്ട തീരുമാനങ്ങളാണല്ലോ ഇത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ എന്താണെന്ന് സാറ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഒരുപാട് പല കമ്പനികൾക്കും ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട്. ക്യാഷ്ലെസ് ഫെസിലിറ്റി എത്രത്തോളം കിട്ടുന്നു നമ്മൾ അറിയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലും ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ മാത്രമാണ് ആ ക്യാഷ്ലെസ്. ചില കമ്പനികൾക്ക് 10,000-15,000 ഹോസ്പിറ്റൽസ് എല്ലാം കണക്റ്റഡ് ആവുന്നു. അതുകൊണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്ന കമ്പനി ഏതാണ്, ക്ലെയിം റേഷ്യോ അതിൽ നമുക്ക് നോക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാവുന്ന കാര്യമുള്ളൂ. ഗൂഗിൾ ആ ക്ലെയിം റേഷ്യോ എത്രത്തോളം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു അത്യാവശ്യം. ഈ ട്രസ്റ്റിനെ പറ്റി നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
വിശ്വാസമുള്ള കമ്പനിയാണോ, നമുക്കത് എടുത്താൽ നമുക്ക് കിട്ടുമോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും അതിനെപ്പറ്റി നമ്മൾ വിഷമിച്ചു പോകും. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അതൊരു വലിയ അത്യാവശ്യ ഘടകമാണ്. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം അറിഞ്ഞിരിക്കുക. കുറച്ച് ഡെപ്തിലൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഒത്തിരി ആളുകളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ചോദ്യം സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. സാറിൻ്റെ അടുത്തത് വളരെ ശ്രദ്ധാപൂർവം ഞാൻ ചോദിക്കുകയാണ്. നമ്മളുടെ ക്ലെയിം കിട്ടാതെ വരുന്നു എന്നൊരു ആക്ഷേപം സാധാരണഗതിയിൽ ഇൻഷുറൻസ് എടുത്ത് ഇത്രയും പൈസ മുടക്കി കൊടുത്ത ശേഷം അവർക്ക് ക്ലെയിം കിട്ടാതെ വരുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപം പൊതുവെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതൊരു വലിയ വിഷമം പിടിച്ച കാര്യം സാർ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൈസ അടച്ചിട്ട് കിട്ടാതെ വരിക എന്ന് പറഞ്ഞാൽ നമ്മളത് വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ ഒരുപാട് പല കമ്പനികളും നമ്മൾ പല പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ പലപ്പോഴും ഒരു മെഡിക്ലെയിം എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അതിൽ ഡിസ്ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനിക്ക് അതിനകത്ത് നോക്കി ചെയ്യാൻ പറ്റൂ. ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ഡിസ്പ്യൂട്ടിലോട്ട് പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അസുഖങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ അത് നാളെ എപ്പോഴും, സപ്പോസ് ഒരു കൊറോണ വരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ജനങ്ങളുടെ ആ ട്രസ്റ്റിന് വേണ്ടി വിട്ടിട്ട് അവര് തന്നെ ഡിസ്പോസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ പല കമ്പനികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാ വളർച്ചയുള്ള കമ്പനിയുടെ പേരിലായിരിക്കും പലപ്പോഴും ആക്ഷേപം കൂടുതലാറുണ്ട്. നമുക്കറിയാം, അത് സാധാരണ ഒരു നമുക്ക് ചെല്ലാറുണ്ട്. ഏറ്റവും മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് പറയുന്നത് വളർച്ച കൂടുതലുള്ള കമ്പനിക്ക് എപ്പോഴും അതിനുള്ള വിമർശനം കേൾക്കാറുണ്ട്. അതുകൊണ്ട് നല്ല കമ്പനികളുണ്ട്. അപ്പൊ നല്ല കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുക. ആക്ഷേപങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അത് ആ കമ്പനികളെ സെലക്ട് ചെയ്യുക. കാരണം എപ്പോഴും ഡിസ്പ്യൂട്ട് ഏറ്റവും കൂടുതൽ മേഖലയാണ് മെഡിക്ലെയിം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് തന്നെ അറിയാം, ഹൈക്കോടതിയിലൊക്കെ പല കമ്പനിയുടെ പേരിലും കേസുകളുണ്ട്. അതൊക്കെ പലപ്പോഴും കുറെ ഡിസ്പ്യൂട്ടുകൾ വന്നുള്ള കേസുകളാണ്. കാരണം അവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്താൽ ചിലപ്പോൾ എക്സ്ക്ലൂഷൻ വരുമെന്നേ ഉള്ളൂ. പക്ഷെ വല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടാതായി തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മളുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന സാറിന് വളരെ വളരെ നന്ദി. ഒപ്പം സാറിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻ താഴെ വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾ മറക്കാതെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു രാജേഷ് സാർ. നൈസ്.